വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ഈശോ പറയുകയാണ്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ അനുദിന ജീവിതത്തിലെ കുരിശുകളെ, സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറല്ല. നാം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ കഷ്ടതകളെ, എൻ്റെ കുരിശുകളെ, എൻ്റെ സഹനങ്ങളെ എടുത്തു മാറ്റണമേ എന്നാണ്. നമ്മിൽ പലരും കൂടെ കൂടെ ധ്യാനം കൂടുന്നതും കൺവെൻഷനുകളിൽ സംബന്ധിക്കുന്നതും എങ്ങനെയെങ്കിലും ജീവിതത്തിലെ കുരിശുകളെ മാറ്റിയെടുക്കണം എന്ന ആഗ്രഹത്തോടെയാണ്. ഇവിടെ ഈശോ പറയുകയാണ്, എന്നെ അനുഗമിക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ സഹനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം അവൻ പ്രത്യാശ വച്ചിരിക്കുന്നത് ഈ ലോകത്തിലല്ല. അവൻ പ്രത്യാശ വച്ചിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലല്ല, മറിച്ച് വരാനിരിക്കുന്ന മഹത്വത്തിലാണ്, നിത്യ ജീവനിലാണ്. അതുകൊണ്ടാണ് സഭയിലെ പല വിശുദ്ധരും രക്തസാക്ഷികളായത്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം കൊടിയ പീഡനങ്ങളുടെ നടുവിലും ധീരതയോടെ വിശ്വാസം പ്രഘോഷിച്ചത്, ആ സഹനങ്ങളെയും കുരിശുകളെയും നേരിട്ടത്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 35-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, എങ്കിലും മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡകളിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർ കൂട്ടാക്കിയില്ല. എന്തുകൊണ്ടാണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡകളിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർ കൂട്ടാക്കിയില്ല? ആർക്കാണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം ലഭിക്കുന്നത്? ജീവിതത്തിലെ, അനുദിന ജീവിതത്തിലെ കുരിശുകളെ, സഹനങ്ങളെ സന്തോഷത്തോടെ ഏറ്റെടുത്തവർക്കാണ് മെച്ചപ്പെട്ട പുനരുദ്ധാനം ലഭിക്കുന്നത്.